അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കേക്ക് ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. മറ്റെല്ലാ കേക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിലും എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടത്തോടെ ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പം മിക്കപ്പോഴും അതിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് വൈറ്റ് കളറിൽ ചെറീസൊക്കെ വെച്ചിട്ടായിരിക്കും. ഇത് പിന്നെ ഞാൻ എനിക്കൊരു ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തെന്ന് മാത്രം. അത്യാവശ്യം ലീവ്സൊക്കെ ചെയ്യണം ഗ്രീൻ കളർ വെച്ചിട്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഗ്രീൻ കളർ എക്സ്പയർ ആയിപ്പോയതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ ഫ്രോസ്റ്റിങ്ങിനിടയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് കൊണ്ടാവാം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തിരിക്കുന്നത് ഇതേ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മാത്രമാണ് ഞാൻ സോഡാ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഞാൻ വിസ്ക് വെച്ച് മിക്സ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 തവണ അരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് 1 തവണ ഇങ്ങനെ ചെയ്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ പരിപാടികളാണ് ചെയ്യുന്നത്. മൈദ മിക്സ് റെഡിയാക്കി വെക്കുക, പഞ്ചസാര പൊടിച്ച് വെക്കുക. 1/4 കപ്പ് പഞ്ചസാരയായിരുന്നു ഞാൻ പൊടിച്ച് വെച്ചത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കുക. ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കുന്നത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടി കറക്റ്റായിട്ടൊരു ബട്ടർ പേപ്പർ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് അത് വെച്ച് കൊടുക്കുക. മേലെയും കുറച്ചും കൂടി എണ്ണ തടവി കൊടുക്കുകയാണ്. ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ തടവി മൈദ ഡസ്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ മൈദ തട്ടിക്കളഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 3 മുട്ട മതി, ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസാണെങ്കിലും ഞാൻ 3 മുട്ടയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതാണെങ്കിൽ 4 എണ്ണം തന്നെ എടുക്കണം കേട്ടോ. അപ്പം 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതേ നമ്മൾ നേരത്തെ ആദ്യം തന്നെ പൊടിച്ച് വെച്ച നമ്മുടെ പഞ്ചസാരയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര നന്നായി അലിയുന്നത് വരെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മിനിറ്റോളം നമ്മളൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് എസൻസാണ് കേട്ടോ. ഈ മിൽക്ക് എസൻസിനൊരു വല്ലാത്തൊരു ഫ്ലേവറാണ്, നല്ലൊരു ഫ്ലേവറാണ്. ബേക്കറികളിലൊക്കെ ഇത് ചേർക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എന്തായാലും ചേർത്ത് കൊടുക്കുക. അതൊരു 3-4 ഡ്രോപ്സേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിലാണ്, സ്മെല്ലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ. അപ്പം ഞാൻ റൈസ് ബ്രാൻ ഓയിലായിരുന്നു ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രം ഒന്ന് അടിച്ചെടുത്തിട്ട് ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ അരിച്ച് മാറ്റി വെച്ച നമ്മുടെ മൈദ എപ്പോഴും പറയണത് പോലെ 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പതുക്കെയാണ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ച് വെച്ച് നമുക്കിതിനി ബേക്ക് ചെയ്തെടുക്കണം. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളതൊന്ന് തുറന്ന് നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റൗ ടോപ്പിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. എൻ്റെ എല്ലാ കേക്ക് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു റിങ് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ ഒരല്പം പൂഴിമണലോ അല്ലെങ്കിൽ ഉപ്പോ വിതറി കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, വെറും പാത്രത്തിനകത്തോട്ട് റിങ് വെച്ചിട്ട് ചെയ്താലും മതി. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുക. 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ചെറിയ രീതിയിൽ ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ സ്ക്യൂവറിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പം നമ്മളത് എടുത്ത് മാറ്റിയിട്ട് അപ്പം തന്നെ നമ്മൾ താഴേക്ക് മാറ്റി വെക്കുക. ചൂട് അതിനകത്തേക്ക് വെച്ചിരിക്കരുത്, നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ നോക്കൂ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല അത്യാവശ്യം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സ്പോഞ്ചി ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് അവിടുന്ന് തണുക്കട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നത് സാധാരണ എല്ലാവരും പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ കേക്ക് സോക്ക് ചെയ്യുന്നതിന് ഒരു വല്ലാത്ത ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതായത് 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ കൂടെ 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമ്മൾ ആ കേക്ക് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ആ സ്പോഞ്ച് തന്നെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തിളച്ച് വരേ വേണ്ടുള്ളൂ. അതവിടെ ആറാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റി ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പുതിയ ആൾക്കാർക്കായാലും നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്കത് കേക്കൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാൻ അടിക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീം അടിക്കുന്നത് പോലെ തന്നെ അടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതേ നമുക്ക് കേക്ക് ബോർഡിനകത്തേക്ക് ആദ്യം തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും മേലെ ഉണ്ടായിരുന്ന നമ്മളെ പോർഷനാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഷുഗർ സിറപ്പ്, അതായത് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല അളവിൽ വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും നന്നായി നനഞ്ഞൊന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിപ്പിംഗ് ക്രീം നമ്മൾ അടിച്ച് വെച്ച് നമ്മുടെ വിപ്പിംഗ് ക്രീം അടിച്ചു കൊടുക്കുക. അപ്പോൾ ചിലർ വാനില എസൻസ് ചേർത്തിട്ടാണ് വിപ്പിംഗ് ക്രീം അടിക്കാറ്. ഞാൻ ചേർക്കാറില്ല, ഞാൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ മധുരവും ചേർക്കാറില്ല. അങ്ങനെ തന്നെ അടിച്ചെടുക്കുക. ട്രോപ്പോലൈറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് അത് മാത്രം ജസ്റ്റ് അങ്ങനെ നമ്മൾ ബീറ്റർ വെച്ച് അടിച്ചെടുക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ലെയറിൽ നമ്മളത് തേച്ച് കൊടുത്തു. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന അളവിനനുസരിച്ച് അത്രയും തിക്നെസ്സിൽ നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തു കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ മിൽക്ക് മെയ്ഡ് തന്നെ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതും കൂടി ഒരു ലെയറായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് തൂവി കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫില്ലിങ് അങ്ങനെ ഉള്ളത് കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് നമുക്ക് സാധാരണ വേണ്ടുന്ന നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ്. അത് ഗ്രേറ്റ് ചെയ്ത് അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം ചെയ്തതുപോലെ നമ്മുടെ മിൽക്ക് മെയ്ഡ്, അത് കഴിഞ്ഞ് വൈറ്റ് ഫോറസ്റ്റ് ചോക്ലേറ്റ്, ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഫില്ലിങ്ങിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത ഷുഗർ സിറപ്പിൽ കുതിർത്തെടുക്കുമ്പോഴും ഈ മിൽക്ക് മെയ്ഡ് തേക്കുമ്പോഴും ഈ ഒരു കേക്കിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എങ്കിലും ചെറിയൊരു വ്യത്യാസത്തിൽ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതിൽ ഞാനങ്ങനെ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുള്ള ഫ്രോസ്റ്റിങ് അതും ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മേലത്തെ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ലെയറാണ് മേലെ ഞാൻ കമഴ്ത്തി വെച്ചെടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് നല്ല ഷേപ്പ് കിട്ടാനാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റിലുള്ള ഭാഗമാണ് നമ്മൾ കേക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ഇതുപോലെ മേലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ക്രീം തേച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും മുഴുവനായിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഞാനതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുത്തതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിഷ്ടമുള്ള രീതിയിൽ സിമ്പിളായിട്ടൊരു ഫ്ലവർ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തിരി ലീഫൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ എപ്പോഴും വൈറ്റ് ഫോറസ്റ്റ് വൈറ്റ് കളറിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ ചെയ്തതായിരുന്നു. പക്ഷേ അബദ്ധവശാൽ ഗ്രീൻ കളറ് എൻ്റെ അടുത്ത് എക്സ്പയറി ആയത് കാരണം അത് കളയേണ്ടി വന്നു. അപ്പോൾ അത് കാരണം ലീഫ് വെച്ചില്ല. ലീഫ് വെച്ചാൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഫ്രോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അകത്തെ ഫില്ലിങ്ങിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.